അതെ, പാലക്കാട്ടെ വോട്ടർമാരുടെ നിശ്ചയം അതാണ്. ഇത്തവണ NDAക്ക് പാലക്കാട് നിന്നും കേരള നിയമസഭയിൽ MLA ഉണ്ടാവണം എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ഇന്നുണ്ടാവും. അത് ഞങ്ങൾ വിജയിക്കുന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെ. കണ്ണാടിയും മാത്തൂരും പ്രായിരിയും 3 പഞ്ചായത്തുകളിലും കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ലഭിച്ചതിനേക്കാളും വലിയ മുന്നേറ്റം ഞങ്ങൾ ഉണ്ടാക്കും. UDFനെ കഴിഞ്ഞ തവണ വിജയിക്കാൻ സഹായിച്ച ആ 3 പഞ്ചായത്തുകളിലും ഇത്തവണ UDF പുറകിൽ പോവും. ഞങ്ങൾ വലിയ മുന്നേറ്റം ആ 3 പഞ്ചായത്തുണ്ടാവും. നഗരസഭയിൽ യാതൊരു സംശയമില്ല. ഇന്നലെ LDFൻ്റെ കാൻഡിഡേറ്റ് തന്നെ ഞങ്ങൾക്ക് പ്രവചിച്ചിരിക്കുന്ന ഭൂരിപക്ഷം 4000ആണ്. ഞങ്ങൾ 8000-ലധികം വോട്ടിന് പാലക്കാട് നഗരസഭാ പരിധിയിൽ 8000 മുതൽ 10000 വോട്ടിന് വരെ പാലക്കാട് നഗരസഭാ പരിധിയിൽ ഞങ്ങൾ ലീഡ് ചെയ്യും. അല്ല, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് BJPയോട് അത്തരത്തിലുള്ള ഒരു എതിർപ്പൊന്നും പാലക്കാടില്ല. നിങ്ങൾ ന്യൂനപക്ഷ മേഖലയിലെ വോട്ടിംഗ് പരിശോധിച്ചാൽ അറിയാം. 75% ആ നിലയിലാണ് വോട്ടിംഗ് നടന്നിരിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇത്തവണ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃഷ്ണകുമാറിനെയും BJPയും പാലക്കാട്ടത്തെ BJP നേതാക്കന്മാരെയും സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അവർക്ക് ആവശ്യങ്ങൾക്ക് ഓടിയെത്തുന്ന, അവരോടൊപ്പം നിന്ന ചരിത്രമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വലിയൊരു വിഭാഗം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിക്കും. മുനമ്പം വിഷയം പാലക്കാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. മുനമ്പത്തെ 2 മുന്നണികളും സ്വീകരിച്ച നിലപാടിനെതിരായിട്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ശതമാനം വോട്ട് ഇത്തവണ ഞങ്ങൾക്ക് ലഭിക്കും. 10 മണിയാകുമ്പോൾ ആഘോഷം തുടങ്ങും. 9 മണി കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് ആരംഭിക്കാൻ കഴിയും. അല്ലേ, അതെല്ലാം പ്രവർത്തകരെല്ലാം തയ്യാറാക്കി റെഡിയായിട്ടിരിക്കുന്നുണ്ട്. ഞങ്ങളൊന്നും റെഡിയാക്കേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് UDFനുണ്ടായിരുന്ന കഴിഞ്ഞ 2 ടേം ഇവിടെ MLA ആയിരുന്ന ആളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് മത്സരിക്കുന്നത്. അതിൻ്റെ പ്ലസ് പോയിൻ്റ് ഇത്തവണ UDFനില്ല. കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ, രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ് കോൺഗ്രസിനകത്ത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കൺസോൾട്ടേഷൻ ഇത്തവണ ഉണ്ടായിട്ടില്ല. പരമ്പരാഗതമായിട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിച്ചിരുന്നത് 80-85% ലഭിച്ചിരുന്നത് UDFനാണ്. ഇത്തവണ അത് അവർക്ക് ലഭിക്കില്ല. CPMൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തവണ അവർക്കുണ്ടായിട്ടുള്ള സഹായം 3 പഞ്ചായത്തുകളിലും ലഭിച്ച UDFനുള്ള സഹായം ഇത്തവണ ലഭിക്കില്ല. അങ്ങനെ നിരവധി മൈനസ് പോയിൻറ്റുകളുണ്ട്. അതോടൊപ്പം തന്നെ പാതി വഴിയിൽ പാലക്കാട്ടുകാരെ ഉപേക്ഷിച്ചു പോയി, പാലക്കാട്ടുകാരെ വഞ്ചിച്ചു MLA എന്നുള്ള ചിന്ത വോട്ടർമാരുടെ ഇടയിലുണ്ട്. 13 വർഷം പാലക്കാടിൻ്റെ MLA ആയിരുന്നിട്ടും പാലക്കാടിനെ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നുള്ളത് പാലക്കാട് വോട്ടർമാരുടെ ഇടയിലുണ്ട്. ഇതെല്ലാം അവർക്ക് മൈനസും. ഞങ്ങൾക്ക് പാലക്കാട് നഗരസഭാ നഗരത്തിലും അതുപോലെ തന്നെ കേന്ദ്രത്തിലെ NDA സർക്കാരും പാലക്കാടിന് നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം വോട്ടർമാരുടെ കൺമുന്നിലുണ്ട്. അത് കോൺഗ്രസിനുള്ള പാടാ. കോൺഗ്രസ്സുകാർ അങ്ങനെ വല്ലതും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തവണ വേണ്ട. അതാണ് എനിക്ക് കോൺഗ്രസ്, ഞങ്ങളല്ല ഹരിയാനയിൽ ആരംഭിച്ചത്, കോൺഗ്രസ്സാണ് ആരംഭിച്ചത്. അപ്പോൾ കോൺഗ്രസ്സുകാരോടൊന്ന് പറയണം. അത് ഗാനം വരെ തയ്യാറായി. അല്ല, ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ക്ഷമയുണ്ട്. ഞങ്ങൾ അവസാന നിമിഷം വരെ തെരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത് വരെ ഞങ്ങൾ അതിന് വേണ്ടി കാത്തിരിക്കും. നല്ലതാ. ഇനിയും തെരഞ്ഞെടുപ്പുകൾ ഒരുപാട് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പും പിന്നെ ഇല്ല, അത് വെയിലത്ത് വെച്ചാൽ പൊട്ടിക്കാൻ പറ്റും ആ സമയത്ത്. ഇന്ന് പൊട്ടിക്കേണ്ടി വരില്ല. ജില്ലാ ഓഫീസിലാണ്, BJPയുടെ ജില്ലാ ഓഫീസിൽ. ഇല്ല, അത് ഇവർ ജില്ലാ ട്രഷറർ BJPയുടെ അദ്ദേഹമാണ് ഇലക്ഷൻ ഏജൻറ്റ്. അദ്ദേഹം കൗണ്ടിങ് സ്റ്റേഷനുണ്ടാവും. സാധാരണ ഞങ്ങൾ പോകാറില്ല. ഒരു നെഞ്ചെടുപ്പുമില്ല. പല്ലശ്ശേന മീൻകുളത്തി ഭഗവതിയോടും നീരാട്ട് ഗണപതിയൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പ് ആവുന്ന സമയത്തല്ല, എല്ലാ ആഴ്ചയും ഞാൻ എത്തുന്നതാണ്. അതിൻ്റെ അത്രയേ ഉള്ളൂ ഈ ക്ഷേത്ര ദർശനത്തിന്. അല്ലാതെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പായതുകൊണ്ട് ക്ഷേത്രത്തിലെത്തുക എന്നുള്ളത്, അത് നമ്മൾ ചില ആളുകളെ കണ്ടല്ലോ, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ക്ഷേത്രത്തിലെത്തുക, കുറി തൊടുക, ഈ പരിപാടിയൊന്നും കൃഷ്ണകുമാറില്ല. കൃഷ്ണകുമാർ എല്ലാ ദിവസവും ക്ഷേത്രത്തിലെത്തും, കുറി തൊട്ടിട്ട് തന്നെയാണ് നടക്കാറുള്ളത്.